നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്കിടെ യുദ്ധഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. എന്തിനും ഏതിനും എപ്പോഴും സജ്ജമെന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഇനി കേന്ദ്രത്തിൽ നിന്നും ഒരൊറ്റ ഓർഡർ മാത്രം മതി പാകിസ്ഥാന് നേരെ നിറയൊഴിക്കാൻ. സമൂഹ മാധ്യമങ്ങളിൽ 5 പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാറെന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത്. കൂടാതെ INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേന നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇസ്രയേലിന്റെയും സൈനിക വിമാനങ്ങൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ജൂത യുദ്ധവിമാനവും US പോർ വിമാനങ്ങളും ജയ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തി വന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്ത് തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. കര, നാവിക, വ്യോമ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞുവെന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ്. സീ സ്കീമിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന പരീക്ഷിച്ചത്. MR SAM എന്ന മിസൈലാണ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തിവിട്ടത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത INS സൂറത്ത് എന്ന കപ്പലിൽ നിന്നാണ് മിസൈൽ തൊടുത്തിയിരിക്കുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് തെളിയിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ അറിയിച്ചുവെന്നാണ് വിവരം. ഇന്ത്യ സ്വീകരിച്ച 7 തീരുമാനങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാശ്മീരിൽ സുരക്ഷാ സേന ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച കാശ്മീരിലെ കുൽഗാമിൽ നിന്നും ഭീകരരെ സഹായിച്ച 2 പേരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. കുൽഗാമിലെ തൊക്കൽപോര മേഖലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഇവർ ഭീകരർക്ക് സഹായം നൽകിയവരാണെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ കാശ്മീരിലെ 5 ഭീകരരുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തു. ലഷ്കർ കമാൻഡർ സാഹിദ് അഹമ്മദ് കുഠെ ഉൾപ്പെടെയുള്ള ഭീകരരുടെ വീടുകളാണ് തകർത്തത്. വ്യാഴാഴ്ച രാത്രി 2 ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തത്. ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാനിലെ ചോട്ടിപോര ഗ്രാമത്തിലെ വീടാണ് തകർത്തത്. കഴിഞ്ഞ 4 വർഷമായി ഇയാൾ തീവ്രവാദ പ്രവർത്തനത്തിൽ സജീവമാണെന്നും അധികൃതർ പറയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഇസ്ഹാൻ ഉൾ ഹഖ് ഷേഖിന്റെ പുൽവാമയിലെ ഇരുനില വീടും വെള്ളിയാഴ്ച രാത്രി തകർത്തു. 2018 പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ഭീകരനാണ് ഇസ്ഹാൻ ഉൾ ഹഖ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കാശ്മീരിൽ നിന്നും പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന വാദവുമായി ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള TRF നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ പങ്ക് TRF നിഷേധിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നതിന് പിന്നാലെ തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രത്യക്ഷപ്പെട്ട സന്ദേശം അനധികൃതമായി മറ്റാരോ പോസ്റ്റ് ചെയ്തതാണെന്നാണ് TRFന്റെ പുതിയ വിശദീകരണം. ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിന് ശേഷം തങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മറ്റാരോ നുഴഞ്ഞുകയറ്റം നടത്തിയതായി സംശയിക്കുന്നുണ്ടെന്ന് TRF പറഞ്ഞു. എന്തായാലും ജമ്മു കാശ്മീരിൽ സാധാരണ രീതിയിൽ ആർമികൾ തീവ്രവാദികളെ പിടിച്ച് വേട്ടയാടി നടത്തുന്ന ഒരു ആക്രമണമല്ല ജമ്മു കാശ്മീരിൽ ഇത്തവണ ഇന്ത്യൻ ആർമി നടത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി തീവ്രവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ തീവ്രവാദിയാണെങ്കിൽ അവന്റെ വീട്ടുകാരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം ആ വീട് ബുൾഡോസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചോ വീട് തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ, അതായത് ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലേക്കാണ് ആർമി പോകുന്നത്. ഇനി അത് ആ വീടിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തകർത്ത് തരിപ്പണമാക്കുകയാണ്. അങ്ങനെ അതായത് ജമ്മു കാശ്മീരിൽ ഇനി ആരെങ്കിലും തീവ്രവാദത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് നൽകുന്നുണ്ടെങ്കിൽ, തീവ്രവാദത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ, തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഗതി ഈ വീടുകൾ തകർക്കുക എന്നുള്ളതായിരിക്കും എന്ന് തന്നെയാണ് ജമ്മു കാശ്മീരിലെ പോലീസും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ മൊത്തത്തിൽ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് എയർഫോഴ്സിന്റെയും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ ആർമിയും എല്ലാം തന്നെ കര, നാവിക, വ്യോമ എല്ലാം തന്നെ പൂർണ്ണ സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ അഥവാ വിദേശകാര്യ മന്ത്രിയുടെയോ പ്രൈം മിനിസ്റ്ററുടെയോ ഒരൊറ്റ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക്
കയറി ആക്രമണം നടത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ റെഡിയായി നിൽക്കുകയാണ്. കൂടാതെ തന്നെ ഇസ്രയേലിന്റെ തന്നെ യുദ്ധവിമാനങ്ങൾ അടക്കം പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് നിറവഴിക്കാൻ വേണ്ടി US-ന്റെ പോർ വിമാനങ്ങൾ അടക്കം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. ജയ്പൂരിലും അടക്കം അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ലോക രാജ്യങ്ങളിലെ മൊത്തത്തിൽ ഇന്ത്യ വിളിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ, പാകിസ്ഥാൻ തീവ്രവാദത്തെ വീണ്ടും വളർത്തുന്നു എന്നതടക്കം ഇന്റർനാഷണൽ ഐക്യരാഷ്ട്രസഭകളിലടക്കം ഇത് ഉന്നയിച്ച് പാകിസ്ഥാനെ എല്ലാത്തിലും സാമ്പത്തികമായിട്ടും എല്ലാത്തിലും കരിമ്പട്ടികയിൽപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒരു സഹായം പാകിസ്ഥാന് നൽകാത്ത വിധം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി തകർക്കുക എന്ന ലക്ഷ്യം, അതായത് തീവ്രവാദത്തെ തകർക്കുക, പാകിസ്ഥാൻ എന്ന തീവ്രവാദത്തെ അവിടെ നിഷ്ഠൂരം തകർക്കുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്നലെ തന്നെ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ജലം അതിനെ ഇന്ത്യ ബ്ലോക്ക് ചെയ്തത്. ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്കിലേക്ക് രാജ്യം കടക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.